ശരി, ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കാട്ടാന ഒരു ചെറുപ്പക്കാരനെ ചവിട്ടി കൊന്നു വന്നത് അങ്ങേയറ്റം വേദനാജനകവും ഉത്കണ്ഠക്ക് വകവെക്കുന്ന ഒന്നുമാണ്. അതിലാർക്കും സംശയമില്ല. അതിന് പരിഹാര നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ആ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സംഭവ സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. അപ്പോൾ മാധ്യമങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. ജില്ലാ കളക്ടർ ജനപ്രതിനിധികളുമായി സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം ഇപ്പോഴവിടെയില്ല. വനം വകുപ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിയന്തരമായും ഈ കാട്ടാനയെ വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തണ്ണീർക്കൊമ്പിനെ വെടിവെച്ചതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വനം വകുപ്പിലെ കോടതി തന്നെ നിയോഗിച്ച എക്സ്പേർട്ട് കമ്മിറ്റിയിലെ പ്രമോദ് കൃഷ്ണനെ കോടതി വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് പോകുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്തി കൂടി ചെയ്തു കഴിഞ്ഞാൽ മറ്റ് പ്രയാസമുണ്ടാവുകയില്ല എന്നൊരു കാഴ്ചപ്പാടിലാണ് വനം വകുപ്പ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനേതായാലും ഒരു മുക്കാൽ മണിക്കൂർ നേരമേ പിടിക്കുകയുള്ളൂ. ഒരു 1.5 മണിക്കൂറിനകം നമുക്ക് ആ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതെ ഹൈക്കോടതി വെച്ച് അതിനെ പിടികൂടണം. അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അങ്ങനെ നിരീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെന്താണ് മയക്കുവെടി വെക്കുമ്പോഴുള്ളൊരു പ്രശ്നം, നേരത്തെ ഉണ്ടായിരുന്ന ആനക്കുള്ളതുപോലെ എന്തെങ്കിലും അസുഖമുണ്ടോ കാര്യങ്ങളോ. അപ്പോൾ ഒന്ന് ട്രേസ് ചെയ്യണമെങ്കിൽ സമാധാന അന്തരീക്ഷത്തിൽ മാത്രമേ അത് ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. കാലതാമസമുണ്ട് എന്ന കാര്യത്തിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു സിഗ്നൽ കിട്ടുന്ന കാര്യത്തിൽ. അത് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മളിപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്തി നമ്മുടെ കടമ നിർവഹിക്കുന്നതെന്ന് പിന്നോട്ട് പോകുന്നതാണ് തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. നമ്മൾ മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വയനാട്ടുകാർക്ക് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ നേതൃത്വം നൽകിക്കൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുന്നത്. അതെ, അല്ലാതെ വേണ്ടി വരും. സംഘർഷമുള്ളപ്പോൾ പിന്നെന്താ, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകാമെന്നല്ലാതെ നമ്മൾ പോക്കല്ലല്ലോ പ്രധാനം. പരിഹാരം ജനപ്രതിനിധികളും ഒരുമിച്ച് കുറ്റം പറയുന്നത് വനംവകുപ്പിനെയാണ്. കൃത്യസമയത്ത് ഇടപെട്ടില്ല എന്നൊരു ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഈ ഒരു അജിറ്റേഷൻ ഇപ്പോൾ അവിടെ നടക്കുന്നത്. എന്താണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്? ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു വശത്ത് കോടതിയും നിയമമുണ്ട്. കോടതിയിൽ നിയമവഴി തേടി പോകുന്നതും വന്യമൃഗ സ്നേഹികളാണ്. ഇന്നലെ പോലും ബഹുമാനപ്പെട്ട കോടതിയുടെ വിമർശനം വനം വകുപ്പിനെതിരായിട്ടാണ്. അപ്പോൾ കോടതിയും വനം വകുപ്പിനെ വിമർശിക്കുന്നു, ജനങ്ങളും വനം വകുപ്പിനെ വിമർശിക്കുന്നു. അങ്ങനെ വനം വകുപ്പ് മന്ത്രിക്ക് ആത്മവിശ്വാസവും നഷ്ടപ്പെടില്ലെങ്കിലും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനിടയായാൽ അവർക്ക് ആത്മാർത്ഥമായി കർമ്മപഥത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ പറഞ്ഞു, സിഗ്നൽ കിട്ടുന്നതിലൊരു കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ആ ഒരു തർക്കത്തിലേക്കാകുമ്പോൾ ഏതായാലും കാലതാമസം ഉണ്ടായി എന്നുള്ളത് തർക്കമില്ലല്ലോ. കേന്ദ്രീകൃത സംവിധാനമില്ല ഇപ്പോൾ. കാരണം നമ്മൾ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു തേർഡ് പേഴ്സൺ ഇത് നിരീക്ഷിക്കാൻ ഇപ്പോഴില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ട് നന്നായി. നമുക്കതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ടെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടി സുഗമമായി നമുക്ക് നടത്താൻ കഴിയും. കാരണം വന്യമൃഗങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ ഒന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരസ്പര ധാരണയോടുകൂടി കൂടുതൽ ആ ധാരണ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ആന ഇങ്ങനെ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വനം വകുപ്പ് പറഞ്ഞിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ. അല്ല, അത് എങ്ങോട്ടേക്കാണ് നീങ്ങിയതെന്ന് ഈ ഗ്യാപ്പിൽ മനസ്സിലാവില്ലല്ലോ. ആ ഗ്യാപ്പിനുണ്ട് കുറച്ച് ഒരു
3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഗ്യാപ്പിൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ആക്ഷേപങ്ങൾ വരും. ഇപ്പോൾ ഈ കൂട്ടത്തിൽ എന്ത് പറഞ്ഞാലും ആളുകളത് വിശ്വസിക്കും. ഞാൻ അതിനൊന്നും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പോകുന്നില്ല. നമുക്ക് വേണ്ടത് പ്രശ്നപരിഹാരം കാണാൻ. പ്രശ്നപരിഹാരം കാണാൻ നിയമലംഘനം നടത്താതെയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നേരിട്ട് ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് തുടർന്ന് അങ്ങോട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ സന്തോഷം. കാരണം കുറ്റപ്പെടുത്തിയിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുക എന്നുള്ളത് ഒരു ശരിയായ നടപടിയല്ല. ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യണം. ആ ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾ ഈ ആന വരുന്നു, ഒരാളെ ചവിട്ടിക്കൊല്ലുന്നു. അപ്പോൾ കൃത്യമായൊരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് അവിടെ നൽകേണ്ടതല്ല, അറിഞ്ഞിട്ടില്ല എന്നാണ് ആളുകൾ ജനങ്ങൾ അവിടെ നിന്ന് പറയുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞു, അതിലൊരു വാദപ്രതിവാദത്തിലേക്ക് ഞാനിപ്പോഴില്ല. കാരണം ഇദ്ദേഹം പുറത്തു പോയി ഓടി ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളിടത്ത് നമ്മളിപ്പോൾ എത്താം. ബാക്കി അതിൽ ശരിതെറ്റുകളിലേക്ക് ഇപ്പം നമ്മൾ പോയാൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ, നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കേന്ദ്രബിന്ദുവിൽ നിന്ന് മാറിപ്പോകുന്ന ചർച്ച ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ഉത്തരവാറും തീർച്ചയായിട്ടും. വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. മയക്കുവെടി വെക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇനിയും നിരീക്ഷിച്ചിട്ട് കാര്യമില്ല, മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും ഒരു വശത്ത് കോടതിയും നിയമവുമുണ്ട്. കോടതിയും ജനങ്ങളും വകുപ്പിനെ വിമർശിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസമാണ് തകരുന്നത്. നിലവിൽ വാദപ്രതിവാദത്തിനില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അല്ല, സന്നാഹം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് വേണം, അവിടെ ലോറി കൊണ്ടുവരണം, കൂടുമൊക്കെ കൊണ്ടുവരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവരിങ്ങനെ പ്രതിഷേധം എന്ന് പറയുന്നത് ന്യായമാണ്, ഞാനതിനെ തള്ളി പറയുന്നില്ല, ന്യായമായ പ്രതിഷേധമാണ്. പക്ഷേ മറ്റ് നടപടികൾ സ്വീകരിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ പ്രതിഷേധം അർത്ഥവത്താവുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനകരമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, കർണാടകം അവരുടെ സഹായം ഏത് സഹായം അവർക്ക് ആവശ്യമാണെന്ന് വന്നാൽ തരാം. ഇനിയിപ്പോൾ നമ്മൾ കുങ്കിയാനികളെ അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മുത്തങ്ങയിലുള്ള കുങ്കിയാനികളെ ഇപ്പോൾ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആവശ്യമാണെങ്കിൽ അഡീഷണലായിട്ട് കുങ്കിയാനികളെ കർണാടകം തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓഫീസിൽ ഇരുന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഫീൽഡിൽ ചെയ്യാനുള്ള കുറച്ചുകൂടി സൗകര്യം ദയവായി ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. കുറച്ച് സൗകര്യം തന്നാലേ നമുക്ക് ഒരു കണിശമായ തീരുമാനവും നടപടികളിലേക്കും പോകാൻ വേണ്ടി കഴിയുള്ളൂ. മറ്റൊരു തലത്തിലേക്ക് ആ പ്രശ്നം കൊണ്ടുവന്ന് എത്തിക്കുന്നത്, ക്രമസമാധാന പ്രശ്നമായി വളർത്തുന്നത് നമുക്ക് പ്രശ്നങ്ങൾ പരിഹാരത്തിന് സഹായമല്ല, പ്രശ്നം സങ്കീർണമാക്കാനേ സഹായമാവൂ എന്ന് ബന്ധപ്പെട്ടവരെല്ലാവരും തിരിച്ചറിയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.